പിന്നീട് ഈ യഥാർത്ഥ വിഷയത്തിലേക്ക്, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥി യുവജന സമ്മേളനം. ഗാന്ധി ഗുരുവിനെ കാണുമ്പോ ഗാന്ധിയുടെ കോൺവെർസേഷനിൽ ഗാന്ധി ചോദിക്കുകയാണ്, ഗാന്ധി, does Swamiji have any suggestions to improve the conditions of marginalized class besides untouchability campaign? അതായത് ഗാന്ധിക്ക് മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അതായത് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള മറ്റെന്തെങ്കിലും, സൊസൈറ്റിയിൽ മാറ്റമുണ്ടാകാൻ മറ്റെന്തെങ്കിലും സജഷൻ ഉണ്ടോ? അതിൽ ഗുരുവിന്റെ റെസ്പോൺസ്, ഐ കോട്ട്, they must acquire knowledge and education and wealth. അതുകൊണ്ടാണ് ഞാൻ ഈ കോട്ട് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. ഇന്നത്തെ വിദ്യാഭ്യാസം, ഗുരു ആവശ്യപ്പെട്ടത്, ഗുരു നമ്മളോട് പറഞ്ഞത് വിദ്യ അഭ്യസിക്കുക, ഏൺ നോളജ്. എന്റെ മനസ്സിൽ എന്റെ വ്യൂ ആണ്, ഗുരു വിദ്യാഭ്യാസത്തെ പറ്റി, നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തെ പറ്റി ഒരു സോഷ്യൽ ഓഡിറ്റ് എല്ലാ വർഷവും നടത്തണമെന്ന് ആഗ്രഹിച്ചുണ്ടാവും. എന്റെ റീഡിംഗ് ആണ്, കോട്ട് ചെയ്യല്ല. നമ്മൾ അതേ രീതിയിൽ ഒന്ന് കോട്ട് ചെയ്താൽ ഇന്നത്തെ യൂത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ പലർക്കും അറിയാം, ഞാൻ ബ്രിട്ടനിൽ ക്രിമിനൽ ലോ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. നമ്മുടെ ഈ കൊല്ലത്ത് നിന്ന ആളുകളെ ഞാൻ ജാമ്യത്തിൽ എടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. നമ്മുടെ യൂത്ത് എന്തുകൊണ്ടാണ് കളം വിടുന്നത്? ഞാൻ ജോലിക്ക് വേണ്ടി ബ്രിട്ടനിൽ പോയ ആളാണ്. ആ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യൂത്തായിട്ടല്ല ഞാൻ പോയത്. നിലവിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ they have lost the trust and faith in the system. ശ്രീനാരായണ ഗുരു നമ്മളോട് ആവശ്യപ്പെട്ടത് വിദ്യാഭ്യാസം ഉണ്ടാകുക, അറിവ് നേടുക. ശ്രീനാരായണ ഗുരു ഒരു കാരണവശാലും ഇന്റന്റ് ചെയ്തിട്ടുണ്ടാവില്ല, യു ഗോ ടു ബ്രിട്ടൻ ഓർ യു ഗോ ടു കാനഡ ഓർ യു ഗോ ടു അമേരിക്ക ആൻഡ് ഗെയിൻ നോളജ് ഫ്രം ദേ. പഠിക്കുന്ന ഞാനിങ്ങനെ വരുന്ന വഴിക്ക് എന്റെ അപർണ രാജ്, ഷീ സിറ്റിംഗ് ഹിയർ വിത്ത് യു, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഷീസ് വർക്കിംഗ് ഇൻ ഹൈദരാബാദ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഹൈദരാബാദ്